ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും നമ്മുടെ പ്രതിനിധി വീണ ചേരുന്നു. വീണ, ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ മുന്നൊരുക്കത്തിൽ പാളിച്ച പറ്റിയോ? മുന്നറിയിപ്പ് വേണ്ട വിധം നൽകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്ക് കഴിയാതെ വന്നോ? എന്തൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ നൽകിയ റിപ്പോർട്ടുകൾ? രഞ്ജിത്തമ്പാടി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു മുന്നറിയിപ്പ് നൽകുന്നതിലുണ്ടായ വീഴ്ച തന്നെയാണത്. സാധാരണ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. സടകുടഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കുവാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്നുള്ള ആക്ഷേപങ്ങൾ മാത്രമല്ല, അത് വസ്തുതാപരമായി തെളിയിക്കുന്ന കാഴ്ചകളും ജനം ടിവിയുടെ ക്യാമറ കണ്ണിലൂടെ പ്രേക്ഷകർ കണ്ടതുമാണ്. കാരണം ഒറ്റ രാത്രി പെയ്യുന്ന അല്ലെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ പെയ്യുന്ന ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ ആ മഴ പെയ്തു തുടങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ, അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ മുഴുവൻ മഴ പെയ്തു രാവിലെയോടുകൂടി വീണ്ടും ശക്തമാകുമെങ്കിൽ അതിന് സാധ്യതയുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ ബന്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുമായി ഒരു ഏകോപനം നടത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ പലയിടങ്ങളിലും ഒറ്റപ്പെട്ടു പോയ മനുഷ്യരെ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കാമായിരുന്നു എന്നുള്ളതാണ്. അതിൽ വലിയ വീഴ്ച സംഭവിച്ചു. ഒപ്പം തന്നെ ഈ ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി എത്തുന്നതിനും ക്യാമ്പുകൾ തുറക്കുന്നതിനുമുള്ള വൈകിക്കൽ, അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. മലയോര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലേക്കും മണ്ണിടിച്ചിലുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അവർക്ക് മറ്റിടങ്ങളുമായി ബന്ധപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ചില ഇടങ്ങളിലാകട്ടെ വൈദ്യുതി ബന്ധമടക്കം നഷ്ടപ്പെട്ടു പോയ സാഹചര്യങ്ങളുണ്ട്. അതിനാൽ തന്നെ ആരെയും വിളിക്കാൻ പറ്റാത്ത സാഹചര്യം, ഒറ്റപ്പെട്ടു പോയ സാഹചര്യം. കഴിഞ്ഞ രാത്രി അല്ലെങ്കിൽ 4-5 മണിക്കൂറുകൾ ശക്തമായ മഴ പെയ്തപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ പല ഇടങ്ങളിലേക്ക് വിളിക്കുമ്പോൾ ഞങ്ങൾ എത്താമെന്ന് അറിയിക്കുന്നതല്ലാതെ എപ്പോഴെത്തുമെന്നോ അല്ലെങ്കിൽ തങ്ങൾ എന്ത് ചെയ്യണമോ എന്നുള്ളൊരു ഏകോപനക്കുറവ്, ഇല്ലായ്മ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ്. 2018 മുതൽ പ്രളയം ഉണ്ടായത് മുതൽ ഇക്കഴിഞ്ഞ നാളുകൾ വരെ, വയനാട് ദുരന്തം വരെ ഉണ്ടായ സാഹചര്യങ്ങളിലടക്കം സംസ്ഥാനത്ത് ഈ ഒരു ഇടവപ്പാതിക്ക് ഉള്ള കാലങ്ങളിൽ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനാൽ തന്നെ പ്രളയ സമാനമായ സാഹചര്യങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള പല മുന്നറിയിപ്പുകൾ നിലനിൽക്കുമ്പോഴും അതിനെ അപ്പാടെ അവഗണിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. തീരദേശ ജനതയടക്കം പറയുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ഉണ്ടായില്ല. ആ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ തങ്ങൾ ഒരിക്കലും ജോലിക്ക് പോകില്ലായിരുന്നു എന്നുകൂടി അവർ പറയുന്നുണ്ട്. വേദനാജനകമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് പൊതുജനങ്ങൾക്കും ഉണ്ടാകുന്നത്. വിളിക്കുമ്പോൾ പോലും കൃത്യമായിട്ടുള്ള ഏകോപനമില്ല. ക്യാമ്പുകളുടെ പ്രവർത്തനം തുടങ്ങുന്നതിൽ വൈകിപ്പിച്ചു എന്നുള്ളതാണ്. മുൻ ഭരണസമിതി അല്ലെങ്കിൽ മുൻ ഭരണ സംവിധാനങ്ങളെ അടക്കം പഴിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ മുൻ MLA-മാരടക്കം വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വീണ, വ്യക്തമാണ് കാര്യങ്ങൾ.